ഹലോ എല്ലാവർക്കും SCRT സാമഗ്രിയിലേക്ക് സ്വാഗതം. PYQ സെക്ഷനിൽ ഇന്ന് 57/2025 ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കേന്ദ്ര കാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റോ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റോ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ചാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഓപ്ഷൻസ്: ഇൻഷുറൻസ്, വനം, പോലീസ്, കൃഷി. ഇതിൽ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം? വനമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് വനമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന്. 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ: സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്രാമത്താണ്? ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഏതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലെ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിനായിട്ട് ഈ നിയമം വ്യവസ്ഥ ചെയ്തു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ആരാണ്? രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്താണ്? കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് വിദ്യാസമുന്നതി. ട്ടോ, എന്റെ പേര് വിദ്യാസമുന്നതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ പറയാം: തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി. ആരായിരിക്കും? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാട്ടോ, മുഖ്യമന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ: ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ഓപ്ഷൻ മനസ്സിലായോ? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെ മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിലെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെ മുഴുവൻ സമ്മതിദായകർ എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പറയണം. വോട്ടർ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും എന്നാണ് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെ മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിലെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. തേർഡ് ഓപ്ഷൻ ആണ്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ
സ്ഥലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് യോദ്ധാവ് ട്ടോ. ഏതാണ്? യോദ്ധാവ് എന്നുള്ള പദ്ധതി. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താ? വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണെങ്കിൽ സിറോഫ്താൽമിയ ട്ടോ. എന്താ പേര്? സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആഴത്തിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് റെഡ് റിബൺ ക്ലബ്ബ് ട്ടോ. ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ്. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബാണ്. മനുഷ്യനിലെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ആണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പ്രായപൂർത്തിയായ മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണുള്ളത്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. മനുഷ്യരിൽ എത്രയാണ്? 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മനുഷ്യരിലെ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 22 അസ്ഥികളാണ് ഉള്ളത്. തലയോട്ടിയിൽ എത്രയാണ്? 22 അസ്ഥികളാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് 2 ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമൃത ദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത ദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള അവാർഡിന്റെ പേരാണ് അമൃത ദേവി ബിഷ്ണോയി അവാർഡ് ട്ടോ. അമൃത ദേവി ബിഷ്ണോയി അവാർഡ് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയി അവാർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ ഹൊമോന ലേഡി എവിടുന്നാ കണ്ടെത്തിയത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹൊമോന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഹൊമോന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് അത് റൈസിംഗ് സ്റ്റാർ കേവ് എന്നാണ് കണ്ടെത്തിയത് ട്ടോ. എവിടുന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ് എന്നാണ് കണ്ടെത്തിയത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ ഹൊമാന ലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ എവിടുന്നാണ് കണ്ടെത്തിയത്? റൈസിംഗ് സ്റ്റാർ കേവിൽ നിന്നാണ് കണ്ടെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് സുനിത വില്യംസിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ട്ടോ. സുനിത വില്യംസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായത് ഏതൊക്കെയാണെന്ന്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ചുള്ള ശരിയായവ ഏതൊക്കെയാണെന്ന്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. കറക്റ്റ് ആൻസർ ആണത്. കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഭൗമോപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നത് അത് തെറ്റാണ്. ഇനി ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത് ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? എന്താ ക്വസ്റ്റ്യൻ? ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എത്രാമത്തെ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? സ്പേസ് ആൻസർ SDX-01 and SDX-02. SDX-01 and SDX-02 ആണ് ഇന്ത്യ കൂട്ടിയോജിപ്പിച്ച ഉപഗ്രഹങ്ങൾ. SDX-01 and SDX-02 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ട്രാൻസ് യുറേനിയം മൂലകം. അപ്പൊ നോക്കാം. ടൈറ്റാനിയം ഏത് ബ്ലോക്കിലാണ് വരുന്നത്? ഡി ബ്ലോക്കിൽ ഉൾപ്പെടുക ടൈറ്റാനിയം. ഓസ്മിയം ഡി ബ്ലോക്കില്, തോറിയം എഫ് ബ്ലോക്കില്, ഫെർമിയം എഫ് ബ്ലോക്കില്.
ഇതിൽ ഏതാണ് ട്രാൻസ് യുറേനിയം മൂലകം? ഫെർമിയം ട്ടോ. ആൻസർ ഏതാണ്? ഫെർമിയം ആണ്. ട്രാൻസ് യുറേനിയം മൂലകം ഏതാണ്? ഫെർമിയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ചുള്ള ശരിയായവ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. അമോണിയ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ട്ടോ. ഏതൊക്കെ കറക്റ്റ് ഓപ്ഷൻസ്? അമോണിയ തന്മാത്രക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫറിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സൾഫറിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തൃശൂർ പൂരം ആരംഭിച്ച രാജാവാരാണ്? തൃശൂർ പൂരം ആരംഭിച്ച രാജാവാണ് ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരം ആരംഭിച്ച രാജാവാരാണ്? ശക്തൻ തമ്പുരാനാണ്. താഴെ പറയുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണെന്ന്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത്. ഓപ്ഷൻ പറയാം. ഗുകേഷ് ടി, മനു ഭാക്കർ, സുഖ്ജിത്ത് സിംഗ്, ഹർമൻപ്രീത് സിംഗ്. ഇതിൽ ആരാണ് നേടാത്തത്? ആൻസർ സുഖ്ജിത്ത് സിംഗ് ട്ടോ. സുഖ്ജിത്ത് സിംഗിനാണ് ലഭിച്ചവർ ആരൊക്കെ നോക്കാം. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവര് ഗുകേഷ് ടി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ് ഒക്കെയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തിലെ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തിലെ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. അത് തെറ്റാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തിലെ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് കീചകവധവും ഉത്തര സ്വയംവരം. ഏതൊക്കെയാണ്? കീചകവധം ആൻഡ് ഉത്തര സ്വയംവരമാണ്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് കീചകവധം, ഉത്തര സ്വയംവരം. കീചകവധം, ഉത്തര സ്വയംവരം ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഹോൾബർഗ് പുരസ്കാരം ട്ടോ. ഹോൾബർഗ് പുരസ്കാരം ഏത് രാജ്യത്തിന്റെയാണ്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്ക്. ആരാണ്? ഗായത്രി സ്പിവാക്കിനാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മലയാളം നോക്കാം. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ എന്താ പറയാ? സുമിത്രയുടെ പുത്രനാണ്. ഓപ്ഷൻ വേണോ? സുമിത്രൻ, സൗമിത്രി, സുമിത്രൻ, സുമിത്രൻ. ഇതിലേതാ? സുമിത്രയുടെ പുത്രൻ എന്താ പറയാ? ആൻസർ സൗമിത്രി ട്ടോ. സുമിത്രയുടെ പുത്രനെ പറയുന്നതാണ് സൗമിത്രി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിന്റെ പര്യായ പദം എടുത്തെഴുതുക. മാവിന്റെ പര്യായ പദം. ഓപ്ഷന് പനസം, മാലതി, ചൂതം, നിപം. ഇതിലേതാണ്? മാവിന്റെ പര്യായപദം ചൂതം. ഏതാണ്? മാവിന്റെ പര്യായപദമാണ് ചൂതം ഏതാണ്? മാവിന്റെ പര്യായപദം. താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗ പ്രത്യയമാണ്. ഓപ്ഷൻ പറയാം. തു, കൾ, തി, അൻ. ഇതിലേതാണ്? സ്ത്രീലിംഗ പ്രത്യയം തീ ആണ് ട്ടോ. ഒരുത്തി അങ്ങനെ കണക്ട് ചെയ്താൽ മതി. സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തീ എന്നതാണ് സ്ത്രീലിംഗ പ്രത്യയം. വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവത്തിന്റെ ഓപ്പോസിറ്റ് ഏതാ? വിപരീതം എന്താണ്? ഓപ്ഷൻ പറയാം. സഗൗരവം, അഗൗരവം, ലാഘവം, പിണക്കം. ഗൗരവത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ലാഘവം. ഗൗരവം, ലാഘവം, ഗൗരവം, ലാഘവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ് ഭാഗ്യം ധീരനെ തുണക്കുന്നു. ഭാഗ്യം ധീരനെ തുണക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടു എന്ന പദം ശരിയായി തിരിച്ചെഴുതിയാല് കേട്ടു എന്ന പദം ശരിയായി തിരിച്ചെഴുതിയാല് കേൾ പ്ലസ് തു. കേൾ പ്ലസ് തു ആണ് കേട്ടു. കേൾ പ്ലസ് തു ആണ് കേട്ടു എന്നത്. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു? കണ്ണടച്ചിരുട്ടാക്കുക എന്നത് സത്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നതാണ് കണ്ണടച്ചിരുട്ടാക്കുക എന്നത്. സത്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. 6
ആർ എന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? ആർ എന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ വായിക്കാം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, സാമാന്യലിംഗ ബഹുവചനം. ആർ എന്നത് ആൻസർ പൂജക ബഹുവചനാണ്. മാരാർ അങ്ങനെയൊക്കെ പറയില്ലേ? ആർ എന്നുള്ളത് പൂജക ബഹുവചനാട്ടോ. പൂജക ബഹുവചനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാ? ആഖ്യാതം അത് ഓടി എന്നതാണ് ആഖ്യാതം ട്ടോ. ഇതിലുള്ള ആഖ്യാതം ഓടി എന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. 57/2025 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.